വഖഫ് നിയമത്തിന്റെ ഭേദഗതി ബില്ലിന് JPCയുടെ അംഗീകാരം ലഭിച്ചിരിക്കുന്നു. അതിന്റെ ഡ്രാഫ്റ്റ് അവതരിപ്പിക്കുകയും ആ ഡ്രാഫ്റ്റ് JPC എന്ന് പറയുന്ന ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി, സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടുകയും ആ സമിതി ചർച്ച ചെയ്ത് ആവശ്യമായ ഭേദഗതികൾ വരുത്തി അത് വീണ്ടും സഭയിൽ അവതരിപ്പിച്ച് പാസ്സാക്കുക എന്നതാണ് സാമാന്യ രീതി. ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ടത് ഒരു ഏകപക്ഷീയമായ ഏകാധിപത്യ രീതിയാണ്. നമുക്കറിയാം JPCയിൽ എപ്പോഴും ഭൂരിപക്ഷം ഉണ്ടാവുക ഭരണകക്ഷിക്കാണ്. അതുകൊണ്ട് JPCയിലെ വാദങ്ങളൊക്കെ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലല്ല എടുക്കേണ്ടത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ ഘട്ടത്തിൽ പോലും ചിലപ്പോൾ ഭൂരിപക്ഷത്തിന്റെ പിന്തുണ ഇല്ലാതിരുന്നിട്ട് പോലും വളരെ ശരിയായ കാര്യം ഒരംഗം ഉയർത്തിയാൽ അത് പരിഗണിക്കാൻ ഡോക്ടർ അംബേദ്കറെ പോലുള്ള ആളുകൾ തയ്യാറായിട്ടുണ്ട്. ഭൂരിപക്ഷമല്ല അവിടെ, കാരണം വ്യത്യസ്ത വീക്ഷണ കോണുകൾ ഇതിലുണ്ട്. എന്തിനാണ് അല്ലെങ്കിൽ പിന്നെ JPC ആണെങ്കിൽ ഇവരുടെ പാർലമെന്ററി പാർട്ടി കൂടി തീരുമാനിച്ചാൽ മതി. ഭരണകക്ഷിയുടെ നിരവധി ഭേദഗതികൾ, 100-ലധികം ഭേദഗതികൾ പ്രതിപക്ഷം അതിൽ കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. ഒറ്റ ഭേദഗതി പോലും ചർച്ച ചെയ്ത് അംഗീകരിക്കാൻ തയ്യാറായില്ല. അതിൽ ശക്തമായ പ്രതിഷേധമുണ്ട്. ഡൽഹി തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇത് ചെയ്യണം എന്നുള്ള ചില കുതന്ത്ര വിദ്യകളൊക്കെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് JPC ചരിത്രത്തിൽ ആദ്യമായി JPC അധ്യക്ഷൻ ജഗദംബിക പാൽ പ്രതിപക്ഷ അംഗങ്ങളെ സസ്പെൻഡ് ചെയ്യും. എന്താ ലോക്സഭയാ സസ്പെൻഡ് ചെയ്യാൻ? JPC പോലെ 10-24 അംഗങ്ങളുള്ള ഒരു സഭയിൽ, ഒരു ഗ്രൂപ്പിൽ ചർച്ച ചെയ്യാൻ 24 പേർക്കും തുല്യ അവകാശം കൊടുത്തുകൊണ്ടാണ് JPC ഫോം ചെയ്യുന്നത്. അല്ലാണ്ട് ഭരണകക്ഷിക്ക് ഒരു പ്രത്യേക അധികാരമൊന്നും അതിനകത്തില്ല. ഭരണകക്ഷിക്ക് എണ്ണം കൂടുതലുണ്ടെങ്കിൽ പോലും അവിടെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഇക്കാര്യത്തിലുള്ള കടുംപിടുത്തം എന്ന് പറയുന്നത്. അതിൽ വിവാദമായ പല കാര്യങ്ങളും ആ വകുപ്പിലുണ്ട്. ഉദാഹരണത്തിന് വഖഫ് ബോർഡിൽ മുസ്ലിം അല്ലാത്ത ആളുകളെ ഉൾപ്പെടുത്തണം. വഖഫ് ബോർഡിൽ മുസ്ലിം അല്ലാത്ത ആളുകളെ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ നാളെ ദേവസ്വം ബോർഡിൽ ക്രിസ്ത്യാനികളെ ഹിന്ദുക്കളെ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ വേറൊരു ആർഗ്യൂ വന്നാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റും. ഞാൻ അംഗീകരിക്കില്ല. കാരണം വിശ്വാസമില്ലാത്ത ആളുകൾ അതിൽ പോണ്ട. വഖഫ് എന്താണെന്നും വഖഫിന്റെ മതപരമായ ആവശ്യം എന്താണെന്നും അറിയുന്ന, അംഗീകരിക്കുന്ന ആളുകൾ മാത്രമേ വഖഫ് ബോർഡിൽ വരാവൂ. പിന്നെ വല്ല ഉദ്യോഗസ്ഥരോ നിയമജ്ഞരോ വരുന്നതിന് തെറ്റില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. 2 സ്ത്രീകൾ വേണം, മുസ്ലിങ്ങളല്ലാത്ത 2 പേർ വേണം എന്ന് പറഞ്ഞാൽ വഖഫ് ബോർഡ് ഇനിമേൽ ഇസ്ലാമിക സമ്പത്തല്ല എന്നാണ്, ഇസ്ലാമികമായ സ്വത്തല്ല എന്നാണ് വരുന്നത്. ഏറ്റവും ചുരുങ്ങിയത് അതെങ്കിലും മാറ്റാമായിരുന്നു. വേറെ നിരവധി കാര്യങ്ങളുണ്ട്, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതെങ്കിലും മാറ്റാമായിരുന്നു. വഖഫ് നിയമം ഇന്ന് നിലനിൽക്കുന്ന പോലെ നിലനിൽക്കണമെന്ന് നമ്മൾ പറയുന്നില്ല. അതിന് ചില കൺഫ്യൂഷൻസ് ഉണ്ടാവാം. കൺഫ്യൂഷൻ തിരുത്തേണ്ടത്. ഇപ്പൊ മുനമ്പത്തെ ഭൂമി പോലെ കൺഫ്യൂഷൻ ഉണ്ടാവാം. എപ്പോഴെങ്കിലും വഖഫായാൽ പിന്നെ അത് എപ്പം വഖഫാണ് എന്ന് പറയണോ? അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അതിന് പലരും ഇപ്പൊ മനുഷ്യരതിന് വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി, ഒരുപക്ഷെ നൂറ്റാണ്ടായി ജീവിക്കുന്ന മനുഷ്യരെയൊക്കെ കുടിയിറക്കിയിട്ട് ഇത് വഖഫാണ്, തിരിച്ചു കിട്ടണം എന്നൊന്നും പറയുന്ന വാദത്തിനൊന്നും അംഗീകരിക്കുന്നില്ല. പക്ഷെ ഇവിടെ BJP നന്നായി കളിച്ചു. ഇസ്ലാമോഫോബിയ വളരെ തന്ത്രപരമായി ഉപയോഗിച്ചു. ആ ഇസ്ലാമോഫോബിയ ഉപയോഗിച്ച് മറ്റ് വിഭാഗങ്ങളെ, ഇസ്ലാം അല്ലാത്ത വിഭാഗങ്ങൾക്ക് ഇസ്ലാമിനോട് വിരോധമുണ്ടാകുന്ന തരത്തിലാണ് വഖഫ് നിയമം മുഴുവൻ കൈകാര്യം ചെയ്തത്. അത് രാജ്യത്ത് വർഗീയ വിഭജനം ഉണ്ടാക്കാനാണ് സഹായിക്കുക, ഒരു സംശയവും വേണ്ട. അപ്പൊ JPCയിൽ ന്യായമായ പ്രതിപക്ഷ ആവശ്യങ്ങൾ, പ്രമേയങ്ങൾ, പ്രതിപക്ഷ ഭേദഗതികൾ അംഗീകരിച്ചു കൊണ്ടുപോകലാണ് ഒരു ജനാധിപത്യം. അല്ലെങ്കിൽ പിന്നെ സഭ വേണ്ടല്ലോ. സഭയിലെല്ലാം, ഈവൻ പാർലമെന്റിൽ പോലും പ്രതിപക്ഷത്തിന്റെ ഒരു അംഗത്തിന് ഒരു അംഗം മാത്രമുള്ള ഒരു പാർട്ടിക്ക് പോലും അവിടെ അധികാരമുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ലോക്സഭ, നിയമസഭയൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. പ്രതിപക്ഷം ഇല്ലാതാക്കുന്ന ഒരു സഭ ആവശ്യമില്ല. പ്രതിപക്ഷത്തിന് അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാം. അതൊരു പൊതുവേദിയാണ്. JPCയും അതുപോലെ ഒരു സംഗതിയാണ്. JPCക്ക് മുന്നിൽ അവതരിപ്പിച്ച കാര്യങ്ങൾ പുറത്തു വരുന്നു. JPC ജഗദംബിക പാൽ എന്ന് പറയുന്ന JPCയുടെ അധ്യക്ഷൻ വളരെ വളരെ മോശമായൊരു ഫാസിസ്റ്റ് രീതിയിലാണ് അത് കൈകാര്യം ചെയ്തത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പ്രതിപക്ഷങ്ങളുടെ അഭിപ്രായം കേൾക്കാൻ പോലും തയ്യാറല്ല, വോട്ടിനിട്ടം കളയുക. അതല്ല ചെയ്യേണ്ടത്, അത് ചർച്ച ചെയ്യായിരുന്നു വേണ്ടിയിരുന്നത്. ഇതിപ്പോ വർഗീയമായ ഒരു തീരുമാനം എടുത്തു വന്ന ഒരു JPC പോലെയായിരുന്നു. അവർ നേരത്തെ തീരുമാനിച്ചു എന്താ വേണ്ടത്. ഭരണകക്ഷി അംഗങ്ങൾ പറയുന്ന ഭേദഗതി മാത്രം അംഗീകരിക്കും, പ്രതിപക്ഷ അംഗങ്ങളുടെ ഭേദഗതി ഇല്ല. ഇത് വരുമ്പോൾ പാർലമെന്റിൽ ഇനിയും ഇത് വലിയ ചർച്ചകൾക്ക് വഴിവെക്കും. അത് മാത്രമല്ല, ഇതുണ്ടാക്കുന്ന വർഗീയ വിഭജനം ഈ നാടിനെ തകർക്കും. ന്യൂനപക്ഷങ്ങൾക്ക് ഭരണഘടനാപരമായ അവകാശങ്ങളുണ്ട് എന്ന് അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത ഒരു സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത്. അത് പക്ഷെ ഭരണഘടനാ വിരുദ്ധമാണ്. ഭരണഘടനയുടെ മൗലികാവകാശങ്ങളുമായി ഇതിന് സംഘർഷമുണ്ടാകുമോ എന്ന് നോക്കേണ്ടതുണ്ട്. ഇത് കോടതിയുടെ പരിഗണനയ്ക്ക് വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരും. ഈ ബില്ല് നടപ്പാക്കുന്നത് അത്ര എളുപ്പമാകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ന്യൂനപക്ഷ അവകാശങ്ങൾ
ഏത് പരിധി വരെയാവാം എന്ന ചോദ്യം ഉണ്ടാവാം. പക്ഷേ ന്യൂനപക്ഷ അവകാശങ്ങളേ ഇല്ല എന്നർത്ഥത്തിൽ ഭരണഘടന, ഇന്ത്യൻ ഭരണഘടനയെ വ്യാഖ്യാനം ചെയ്യാൻ പറ്റില്ല. ആ അർത്ഥത്തിൽ ഈ നിയമം നിലനിൽക്കാവുന്നതല്ല എന്നാണ് ഞാൻ കരുതുന്നത്.